അമ്മയുടെ മെറ്റ്ഫോർമിൻ ഡയബറ്റീസിന്റെ ചോറുണ്ട് കഴിഞ്ഞ വഴിതം കൊടുത്തിന്നോ? മോനെ ഈ മരുന്ന് കഴിച്ചാലല്ലേ ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വാർത്ത വന്നെന്ന് പറഞ്ഞ് അമ്മയുടെ കൂട്ടുകാരിയൊക്കെ ഇത് കഴിക്കാൻ മടിച്ച് നിർത്തി തുടങ്ങി പലരും. ഓക്കെ അമ്മ, ഇത് അമ്മ കഴിക്കുന്നത് മെറ്റ്ഫോർമിന്റെ റെഗുലർ ടാബ്ലറ്റാ. NDMA എന്ന് പറയുന്ന ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള കെമിക്കല് അക്സെപ്റ്റബിൾ ഇൻടേക്ക് ലിമിറ്റിന് കൂടുതലാണെന്ന് പറഞ്ഞ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ വെബ്സൈറ്റിൽ പരസ്യം ചെയ്തു. അതായത് ഈ മരുന്ന് റീകോൾ ചെയ്യണം എന്ന് പറഞ്ഞ് അതാത് കമ്പനികളോട്. കണ്ടോ, ഈ 29 പേജിലായിട്ട് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പറയുന്ന ഈ മരുന്ന് കമ്പനികൾ ഒരു പ്രത്യേക ബാച്ചിൽ ഉണ്ടാക്കിയ മെറ്റ്ഫോർമിൻ എക്സ്റ്റൻഡഡ് റിലീസ് ടാബ്ലറ്റ്സിലാണ് ഈ NDMA എന്ന് പറയുന്ന രാസവസ്തു, ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള രാസവസ്തു ഉണ്ടെന്ന് പറഞ്ഞ് കമ്പനികളോട് റീകോൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ കൂട്ടുകാരോട് പറയണം, ഈ പ്രത്യേക ബാച്ച് നമ്പറിന് മാത്രമേ പ്രശ്നമുള്ളൂ, എല്ലാ മെറ്റ്ഫോർമിനും എക്സ്റ്റൻഡ് റിലീസ് ടാബ്ലറ്റ്സിനും കുഴപ്പമില്ല. അപ്പൊ ഈ ബാച്ച് നമ്പർ അവർ റീകോൾ ചെയ്തു, അത് നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഈ ക്യാൻസർ ഉണ്ടാകുമെന്ന് പറഞ്ഞ രാസവസ്തു അതിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഡയബറ്റീസിനുള്ള മരുന്ന് കഴിക്കുന്നത് നിർത്തരുതെന്ന് പ്രത്യേകമായിട്ട് FDA വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. കാരണം ഡയബറ്റീസ് കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ അതിലും കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്.